മക്കളെ, ഒരിക്കലും ഒരു ഉപദേശമായിട്ടൊന്നും നിങ്ങൾ ഇതിനെ കരുതരുതേ. ഒരു സുഹൃത്ത് നിങ്ങളോട് സംസാരിക്കുന്നു, അങ്ങനെ മാത്രമേ നിങ്ങൾ ഇതിനെ കാണണ്ടൂ. കഴിഞ്ഞ ദിവസം ഒരു കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ, അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്, എൻ്റെ അടുത്ത് വന്ന് പറയാം, സാർ മോൻ ഒന്നും പഠിക്കുന്നില്ല, ഒരു വക പഠിക്കുന്നില്ല, 11 മണി 12 മണി വരെ അല്ലെങ്കിൽ മൊബൈൽ കാണുന്നു, കടന്നുറങ്ങുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾ മനസ്സിലാക്കുന്നത്, ഓണം എക്സാമിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ ഒരേ ഒരു കാര്യം ആലോചിച്ചാൽ മതി. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുൻപ് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ആലോചിക്കാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. എനിക്കൊരു 2 മണിക്കൂർ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ച് തീർത്തേനെ എന്ന് നിങ്ങൾ ആലോചിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴാണ്. ഇടയില്ലേ? അപ്പൊ അതുമല്ല, ഈ പേപ്പർ, ഈ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പങ്കെടുത്തു. നിങ്ങൾ മൊബൈൽ ഫോണും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്തു. എല്ലാം കളിച്ച് നടന്നിട്ട് സ്കൂളിൽ പേപ്പർ തരുന്ന ഒരു നിമിഷം, മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ സ്കൂളിലെ ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങളെ എണീറ്റ് നിർത്തുന്ന ഒരു നിമിഷം, ആ നിമിഷം നിങ്ങൾ ഇൻസൾട്ട് ചെയ്യപ്പെടും. ബാക്കിയുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഒരു പ്രോഗ്രസ് കാർഡ് ടീച്ചർ നിങ്ങളുടെ പാരന്റ് സൈൻ ചെയ്യാൻ വരുന്ന സമയത്ത് അവരെ കണ്ണ് നിറയുന്ന നിമിഷം നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയുള്ള സമയം, വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മളെ കയ്യിൽ ബാക്കിയുള്ളൂ. ആ സമയം വ്യക്തമായിട്ട് കറക്റ്റ് പ്ലാനോടുകൂടി എല്ലാ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളെ പാരന്റ്സിന് വേണ്ടി, നിങ്ങളെ വളർത്തുന്ന നിങ്ങളെ പാരന്റ്സിന് വേണ്ടി കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒന്നും പഠിക്കാത്തവർ പോലും 2 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഓരോ ചാപ്റ്റേഴ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 മെയിൻ സബ്ജക്റ്റുകൾ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണം? ഒരു ചാപ്റ്റർ പഠിക്കാൻ 2 മണിക്കൂറേ വേണ്ടൂ. കറക്റ്റ് 2 മണിക്കൂർ നിങ്ങൾ മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കൂ. നിങ്ങളെ കൊണ്ട് മാത്രം, വേറെ ആരും ഉപദേശിച്ചിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. മനസ്സിരുത്തി പഠിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരിക്കണം. അങ്ങനെ പഠിക്കുക. ഉള്ള സമയം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓക്കെ, ബൈ.